ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് വിട്ടേട്ടാ. വണ്ടി കഴുകി കഴുകി സെറ്റപ്പനാക്കി എന്നാ പറയും, കുട്ടപ്പനാക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പട്ടും വഴിയാണ് വരുന്നത്. കുറേ കാലം ഇതുവഴി വന്നിട്ട്, അപ്പോൾ ആച്ചാരം നമുക്ക് ഇതുവഴി വരാം. അപ്പോൾ നമ്മളങ്ങനെ പട്ടും വഴി ഇങ്ങനെ വരികയാണ്. ഇതെന്താണ് കാവുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പട്ടത്തെത്തി കാവുങ്കൽ. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് മക്കളെ. പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതി രമണി ഇതാന്ന് കണ്ടോ, കാണിച്ചരാം. പ്രകൃതി രമണിയാണ്, അടിപൊളി സ്ഥലമാണ്. മഴക്കാലത്തെല്ലാം പറഞ്ഞ വൈബാണ് കേട്ടോ പ്രകൃതി രമണി. വൈകിട്ട് ഭയങ്കര സുഖമായിരിക്കും, അടിപൊളിയായിരിക്കും. ഇതിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിക്ക്. അവിടെ മഞ്ഞ് പോകാൻ തുടങ്ങിയല്ലേ? ആ നേരെ കാണുന്ന മഞ്ഞല്ലേ? മഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. മഞ്ഞെല്ലാം സ്റ്റാർട്ടായി. നമ്മളങ്ങനെ ഒരു വയലിൻ്റെ അടുത്ത് എത്തി. രണ്ട് സൈഡിലും വയൽ. സൂര്യനെ കണ്ട അങ്ങ് സൂര്യനുണ്ട്. ഇവിടെ ചായക്കട ഉണ്ടല്ലോ, ഭയങ്കര തിരക്കല്ലേ ചായക്കടയിൽ. അല്ല ചാണിക്ക് സൂര്യൻ നോക്കിയാ ഏതാണല്ലേ, ഭയങ്കര രസമുണ്ട് കേട്ടോ അല്ലേ ഇവനെ. ഇപ്പോൾ രണ്ട് സൈഡിൽ വയൽ, അത് പട്ടുവത്തെ കുന്ന് അങ്ങാ കാണുന്നത്. ഇത് നല്ല രസമാട്ടോ, നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. കുറേ കൊച്ചകളൊക്കെ കൊക്ക് വൈകുന്നേരം ഇങ്ങനെ ശാന്തനായിട്ട് ഇങ്ങനെ യാത്രയാണ് ഇതൊക്കെ. വേറെ വൈബ്. അവിടെ ചായക്കടി വിട്ടിനല്ലേ, നല്ല സ്ഥലത്ത്. നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരുണ്ട്, നല്ല കച്ചവടം ഉണ്ടാവും. കാരണം ഇവിടെ ഇരിക്കാൻ വരുന്നവരെല്ലാം ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ ഊതി കുടിച്ചിട്ട് പൊളിയാണ്. നമുക്ക് വേറെ ദിവസം അവിടെ നിന്ന് കഴിക്കാം. എന്താണെന്ന് നോക്കട്ടെ, അവിടെ നിന്നും കൊണ്ടുപോകാൻ കിട്ടും. സ്പെഷ്യൽ ഒന്നും കൊണ്ടോ അല്ല, ചായ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല, കയറിയില്ല, നോക്കാം നമുക്ക്. വേറെ ദിവസം വരാം. വില്ലേജ് ഓഫീസ് പട്ടോ, വില്ലേജ് ഇവിടെയാണല്ലേ. ഇവിടെ റോഡിൻ്റെ സൈഡിൽ നല്ല സ്പേസ് കൊടുത്തിനല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെ വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടേക്കുള്ള വീട്ടിലേക്കൊന്നും വണ്ടി പോയില്ല കേട്ടോ. അതുകൊണ്ട് നോക്കിയേ കെട്ടി വെച്ചിട്ട്, അത് നല്ലതാണ്. പോസ്റ്റ് ഓഫീസ്, ഇവിടെ പോസ്റ്റ് ഓഫീസ് വരുന്നു കേട്ടോ. പട്ടത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, കുഞ്ഞുമതിലകം ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതിപ്പോൾ ഒരു ജംഗ്ഷനെത്തി, ചെറിയൊരു ജംഗ്ഷൻ. നമുക്ക് ഇങ്ങോട്ടേക്കാണ് വണ്ടി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത്താത്താൻ്റെ വീട് ഉണ്ട്. അത് നമ്മൾ ഇത്താത്തയിലുണ്ട്. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പട്ടവും പാലം വഴി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താം. പക്ഷെ നല്ല റോഡാട്ടോ, അടിപൊളി റോഡാണ്. റോഡെല്ലാം സെറ്റപ്പാണ്, അടിപൊളി റോഡ്. സുഖമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോവാം. ഒന്നും പൊട്ടിയും പൊളിഞ്ഞിട്ടൊന്നുമില്ല, നല്ല റോഡാണ്. തലപ്പുറം മുതൽ തന്നെ നല്ല റോഡാണ്. നല്ല അതിനെ തലപ്പുറം മുതലേ നല്ല റോഡാണ്, അടിപൊളി. ഒരു നമ്പർ ചെയ്താൽ നല്ല ഒരു പഴയ എന്താ പറയുക, ഒരു സെറ്റപ്പിൽ തന്നെ. അതൊക്കെ കണ്ട ആൽത്തറയിലായിട്ട് രസമുണ്ട്. ഇവിടെ ഉത്സവം നടക്കുന്നതാണ്. നമ്മുടെ പട്ടവും പാലത്തിനടുത്തെത്തേ, പട്ടവും പള്ളി അമ്പമ്പ്. ഞങ്ങളുടെ പട്ടവും കോട്ടയ്ക്കൽ കടവ് പാലം. കോട്ടയ്ക്കൽ കടവ് പാലം. അത് ഉപ്പിലിട്ടലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ പട്ടവും പാലം. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും വൈകുന്നേരം ഇങ്ങനെ ആൾക്കാരിരിക്കും. എവിടെയും ആൾക്കാർ ഇരിക്കാൻ വരും കേട്ടോ. വൈകുന്നേരം എല്ലാം നല്ല രസമാണ്. ഇപ്പം ചൂണ്ടിടുന്നുണ്ടാവും, ഒരു സൈഡിൽ നിന്ന് ചൂടുണ്ടാവും, ചൂണ്ടലിങ്ങനെ ഇടും.